ഹലോ, ACP ലൈനിലുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ ഏൽപ്പിച്ചിരുന്ന കാര്യം എന്തായി? അന്വേഷണമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? അന്വേഷണത്തിൽ ഒരു വീഴ്ചയില്ല മാഡം. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അന്വേഷണമാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. വരുണും രാധികയും താമസിച്ചിരുന്ന ഹോട്ടലിലെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസുകാർ ശേഖരിച്ചിട്ടുണ്ട്. അവരത് ഇങ്ങോട്ട് അയച്ചു തരും. ആരെങ്കിലും സംശയിക്കുന്ന രീതിയിൽ എത്താൻ കഴിഞ്ഞു? അന്ന് ഹോട്ടലിലുണ്ടായിരുന്ന ഗസ്റ്റുകളെ കുറിച്ച് ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്. ഞാൻ വരുണിനോടും രാധികയോടും ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോസും CCTV ദൃശ്യങ്ങളും കാണുമ്പോൾ ആരെയെങ്കിലും അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അന്വേഷണത്തിന് ഉപകരിക്കും. ഒന്നിലേറെ തവണ ശ്രമങ്ങൾ ഉണ്ടായത്. സത്യം പറഞ്ഞ വരുണിന്റെ രാധികയുടെയും കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട്. മാഡം വിഷമിക്കാതിരിക്കെ. എന്റെ സ്ഥാനത്തിരുന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. താങ്ക് യു സർ. മാഡത്തിന്റെ അടുത്ത പ്രോഗ്രാംസ് ഒക്കെ? അത് കുറച്ചു നാളത്തേക്ക് ഞാൻ പ്രോഗ്രാംസ് ഒക്കെ ഒഴിവാക്കിയിരിക്കാം. തിരിച്ചു വീണ്ടും തുടങ്ങണം. വീട്ടിൽ അമ്മ മാഡത്തിന്റെ കടുത്ത ഫാനാണ്. അമ്മയ്ക്ക് ചെറിയ തളർച്ച തോന്നിയാൽ മാഡത്തിന്റെ 1-2 പാട്ട് വെച്ചു കൊടുക്കുക എന്നുള്ളതാ ഞങ്ങളുടെ മരുന്ന്. അപ്പൊ അമ്മ ഓക്കെ ആവും. താങ്ക് യു സർ. അപ്പൊ ശരി മാഡം, വരുണിനെ രാധിക കണ്ടിട്ട് ഞാൻ മാഡത്തെ വിളിച്ചോളാം. ശരി. എന്ത് പറഞ്ഞു? അന്വേഷണം ഗൗരവമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഹോട്ടലിലെ ചില CCTV ദൃശ്യങ്ങളും മറ്റും കാണിക്കാൻ വരുണിനോട് രാധികയോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ശ്യാമ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ ACPക്ക് പ്രത്യേക താല്പര്യമുണ്ട്. അതുകൊണ്ട് കുറ്റവാളി എന്തായാലും കണ്ടുപിടിക്കും. മനസ്സിലെ പേടി അവസാനിക്കണമെങ്കിൽ എന്തായാലും അത് വേണം എടുത്തി. സത്യം പറഞ്ഞ വരുൺ അവളുടെ കഴുത്തിൽ താലി ചാർത്തിയപ്പോഴാണ് അവളെക്കുറിച്ചുള്ള പേടി ഒന്ന് ഒതുങ്ങിയത്. ഇപ്പതാ വീണ്ടും നട്ടല നിവർത്തി നിന്ന് നേരിടാൻ തയ്യാറായിട്ടുള്ള ഒരുത്തും കൂടെ ഇല്ലേ? പിന്നെന്തിനാ ശ്യാമ വിഷമിക്കുന്നേ? ഭഗവാൻ കാക്കട്ടെ, എന്റെ മോക്കിനി കരയേണ്ടി വരാതിരുന്നാ മതി.